അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ BS6 എഡിഷൻ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ BS6 എഡിഷനിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും അതേപോലെ തന്നെ ഓടിച്ചതിന് ശേഷം തോന്നിയ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കിലുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിലാണ്. നമ്മുടെ പുതിയ എഡിഷൻ BS6 എഡിഷൻ ഹിമാലയൻ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ പുതിയ മോഡൽ ഹിമാലയൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രമാത്രം അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നമ്മുടെ പഴയ പോലെ തന്നെ 810 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5. അപ്പോൾ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ആർക്കും ഈ ഒരു വണ്ടിയിൽ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ എത്തും. എന്തായാലും വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ എഞ്ചിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ BS3 എഡിഷൻ, അതായത് 16-17 വണ്ടികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച്. ആ ഒരു സ്വിച്ച് 18-19 BS4 എഡിഷൻസിലൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഹസാർഡ് അവർ ഒഴിവാക്കിയതായിരുന്നു. ഇപ്പോൾ പുതിയ എഡിഷൻ BS6 നമുക്ക് ഹസാർഡിന് വേണ്ടിയിട്ടൊരു സ്വിച്ചും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് വേറൊരു സ്വിച്ചും കൂടെ വന്നിട്ടുണ്ട്, അതായത് ABS ഓൺ ബട്ടൺ. ഇനി മുതൽ നമുക്ക് സ്വിച്ചബിൾ ABS ആയിരിക്കും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനിൽ വരാം. ഈ ഒരു ബൈക്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാകുന്ന പോരായ്മകളിൽ ഒന്നായിരുന്നു ABS ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഇല്ല എന്നുള്ള ഒരു കാര്യം. ഇനി ആ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്വിച്ചിൽ തന്നെ ABS ഓണോ ഓഫും കാര്യങ്ങളൊക്കെ ആക്കാം. വണ്ടി ഒന്നും കൂടെ ഒന്ന് സ്മൂത്തായ പോലെയാണ് എടുത്ത് തോന്നുന്നത്. വൈബ്രേഷൻസിലൊക്കെ നല്ല തരത്തിലുള്ള മാറ്റമുണ്ട്. പവറിൽ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, പഴയ പോലെ തന്നെ 24 bhp പവറും അതേപോലെ തന്നെ 31 Nm ടോർക്ക് തന്നെയാണ് എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് വണ്ടിയുടെ സൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നെന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ പഴയ പോലെ തന്നെ കേട്ടോ. ഈ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് വിൻഷീൽഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വൈബ്രേഷന് മാത്രം യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. ഞാൻ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നുവെച്ചാലും മാക്സിമം വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ BS6 അവർ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കാര്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഈ ഒരു വണ്ടിയിൽ കൊടുക്കാൻ പറ്റണതിൻ്റെ മാക്സിമം റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അതിപ്പം മീറ്ററിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ BS4 ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു വെച്ചാലും വേണ്ടി ചാനൽ ABS ആണെച്ചാലും അവിടെ വൈബ്രേഷൻ അതേപോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ വേരിയേഷൻ എന്ന് പറയുന്നത്, സിൽവർ കളറ്. ഇത് അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ. രണ്ട് വണ്ടിയുടെയും പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് റെഡും ബ്ലാക്ക് അത്ര ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ് പോലെ ഫീൽ ചെയ്യണില്ല. പക്ഷേ ഈ ഒരു കളർ എഡിഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അത് ഗ്ലോസിയും ഇത് മാറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതാണ് കാണാനൊന്നും കൂടെ ഇത്തിരി വൃത്തി പോലെ ഫീൽ ചെയ്യണത്. ലുക്കിൻ്റെ കാര്യത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മുമ്പത്തെ എഡിഷനിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കർ അല്ലായിരുന്നു, ആ ഒരു ഫൈബറിൽ തന്നെയായിരുന്നു ഹിമാലയ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട്. ബാക്കി ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ടൈലാമും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. സീറ്റിൻ്റെ ഭാഗത്തും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീതി കൂടിയിട്ടുള്ള സീറ്റ് തന്നെയാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്കിൻ്റെ കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ചെറിയ തരത്തിലുള്ള ഗ്രാഫിക്സ് ആണ് വന്നിട്ടുള്ളത് ടാങ്കിൻ്റെ ഭാഗത്ത്. ടാങ്കിൻ്റെ ഷേപ്പിലോ കപ്പാസിറ്റിയിലോ മൈലേജിലോ ഒന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും 14 ലിറ്റർ തന്നെയാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 35 അടുത്ത് മൈലേജ് വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഹലോജൻ ബൾബാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു BS6 എഡിഷനും BS4 എഡിഷനും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് അല്ലാണ്ട് രൂപത്തിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ രൂപത്തിൽ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ സൈലൻസറിന്റെ ഭാഗത്ത് കൊണ്ടുവന്നാണ്. ബാക്കി എല്ലാം കൊണ്ടും നമ്മുടെ പഴയ BS4 എഡിഷൻ്റെ അതേപോലെ തന്നെയാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് സൈഡ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. അതിൻ്റെ നീളം അവർ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു കയറ്റിറക്കുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി ചെരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വണ്ടി കണ്ട കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഹിമാലയൻ്റെ ബൈക്കുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് അല്ല ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. ഞാൻ BS6 എഡിഷനിൽ ചെറിയ തരത്തിൽ ഡിസ്കിൻ്റെ സൈസിലൊക്കെ അപ്ഡേഷൻ വരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഡ്യുവൽ ഡിസ്ക് ബ്രേക്സും അതേപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS കൂടിയിട്ട് തന്നെയാണ് ബൈക്ക് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും കുറച്ച് ഓഫ് റോഡ് പോയിട്ട് നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കാം. ഇത് ഷോറൂമിലത്തെ ടെസ്റ്റ് ഡ്രൈവ് ആക്കാൻ പോണ വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് കയറ്റണത്. ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഏകദേശം ഒരു 2-3 വട്ടം സെക്കൻഡ് ഗിയറിലിടുന്ന സമയത്ത് വണ്ടി ന്യൂട്രലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗിയറൊക്കെ ഒന്നുകൂടെ സ്മൂത്തായിട്ടുണ്ട്, അത്ര ടൈറ്റ് ഫീൽ ചെയ്യണില്ല.
ഒരു രക്ഷയില്ല ഗൈസ്. സസ്പെൻഷൻ്റെ ഭാഗത്ത് വേറെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു മോഡലിലും കൊടുത്തിട്ടുള്ളത്. നമ്മുടെ BS4 എഡിഷനിൽ വന്നുള്ള സെയിം മോണോഷോക്കും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിന്നെ പഴയതുപോലെ തന്നെ സ്പോക്ക് വീൽസും സിയറ്റിൻ്റെ നോർമൽ ട്യൂബുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബൈക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് BS6 എഡിഷനിൽ വന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡിൻ്റെ നീളത്തിൽ മാറ്റം വരുത്തി, പിന്നെ ഹസാർഡിന് വേണ്ടിയിട്ട് അതായത് മുമ്പ് എടുത്ത് കളഞ്ഞിട്ടുള്ള ആ ഒരു ഹസാർഡ് സ്വിച്ച് വീണ്ടും BS6 കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ABS സ്വിച്ചബിൾ ആക്കിയിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഭാഗത്ത് നമുക്ക് മറ്റേ കാറ്റലറ്റിക് കൺവേർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കളറിലും അതേപോലെ തന്നെ ഗ്രാഫിക്സിലൊക്കെ തന്നെയാണ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തും ചെറിയ തരത്തിലുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതായത് ബാക്ക് ലൈറ്റ് മാറി, പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മീറ്ററിൻ്റെ ഭാഗത്ത് എനിക്ക് ആകെ കൂടെ ഒരു പോരായ്മ പോലെ ഫീൽ ചെയ്തത് ഈ ഒരു ഫ്യൂൽ ഗേജിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ്. അത് കറക്റ്റ് ലെവൽക്കല്ല ചില സമയത്ത് കാണിക്കുക. ചില സമയത്ത് പെട്രോൾ ഉണ്ടെങ്കിലും എംറ്റി ആയിട്ടൊക്കെ കാണിക്കും. ആ ഒരു ചെറിയൊരു പ്രോബ്ലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ഓപ്ഷൻസോട് കൂടിയുള്ള മീറ്റർ തന്നെയാണ് നമ്മുടെ ഹിമാലയൻ്റെ എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു മീറ്ററും കൂടിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഫ്യൂൽ ഗേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഇപ്പോഴും അനലോഗ് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഡിജിറ്റലിലേക്ക് ഒന്നും മാറ്റിയിട്ടില്ല. ഈ ഒരു ബൈക്ക് ആദ്യമായിട്ട് എടുക്കാൻ പോണ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇതിൻ്റെ സർവീസിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് 5000 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് സർവീസ് ഏകദേശം ഒരു 1500 രൂപയും പിന്നെ ഉള്ള സർവീസുള്ള ഏകദേശം ഒരു 2000 രൂപയുടെ താഴേക്കാണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 10000 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് വരാം. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് ചെറിയ തരത്തിൽ സർവീസ് കോസ്റ്റിൽ മാറ്റം വരാം. പിന്നെ ഓൺ റോഡ് പ്രൈസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5000 മുതൽ 6000 രൂപകളാണ് വണ്ടിയുടെ വിലയിൽ വർദ്ധിച്ചിട്ടുള്ളത്. അതായത് പുതിയ മോഡലിന് ഏകദേശം 2,30,000 അടുത്താണ് ഇനി ഓൺ റോഡ് പ്രൈസ് വരാം. ഇനി ഹിമാലയനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് റിവ്യൂ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഇനി വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പറും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഇനി ജസ്റ്റ് വണ്ടിയുടെ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പറയാം. എനിക്ക് വേറെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഫീൽ ചെയ്തില്ല. നമ്മുടെ പഴയ ഹിമാലയനൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ബാസോട് കൂടിയിട്ടുള്ള കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. ABS എങ്ങനെയാണ് പുതിയ മോഡലിൽ ഓഫാക്കി ഓണാക്കുക എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇപ്പം നമ്മളിതൊരു 10-15 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ABSൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ റണ്ണിങ്ങിൽ ABS കത്തിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ABS വർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്ലാസിക് 350 ഒക്കെ പോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ്. എൻജിൻ സൈഡ് അതേപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തൊക്കെ എന്നുവെച്ചാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം വേണ്ട അപ്ഡേഷൻസ് ഒക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എത്രത്തോളം ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫീച്ചേഴ്സ് ഈ ഒരു ബൈക്കിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്. ശരി.